കൊട്ടിയൂരിൽ ഉത്സവകാലത്ത് നടക്കുന്ന മറ്റ് ആചാരാനുഷ്ഠാന ചടങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമാണ് നെയ്യാട്ടവും. ഇതിനായി വ്രതം നോറ്റിരിക്കുന്ന നെയ്യമൃത് സംഘങ്ങളും. നെയ്ക്കാരുടെ വ്രതകാലത്തുള്ള ഭക്ഷണരീതി തികച്ചും പാരമ്പര്യ രീതിയിലാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങാണ് നെയ്യാട്ടം. പ്രക്കൂഴം ചടങ്ങോടെ മഠങ്ങൾ കേന്ദ്രീകരിച്ച വ്രതം ആരംഭിക്കുന്ന നെയ്യമൃത് സംഘങ്ങൾ വ്രതനിഷ്ഠയുടെ ആദ്യഘട്ടത്തിൽ സ്വന്തം വീടുകളിൽ നിന്നും വൃത്തിയോടെയും ശുദ്ധിയോടെയും ഭക്ഷണ സാധനങ്ങൾ കഴിക്കും. തുടർന്ന് വ്രതത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ വേറവെപ്പ് എന്ന ചടങ്ങ് ആരംഭിക്കുകയും ചെയ്യുന്നു. വേറവെപ്പ് ചടങ്ങ് ആരംഭിക്കുന്നതോടെ വ്രതക്കാർ സംഘം ചേർന്ന ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്ത് കഴിക്കുകയും പ്രസാദമായി നൽകുകയും ചെയ്യും. ഇതിൽ നെയ്യമൃത് വ്രതക്കാരുടെ ഉച്ചഭക്ഷണമായ കഞ്ഞിക്കാണ് ഏറെ പ്രാധാന്യം. ചക്കയും പുഴുക്കും മാങ്ങ കൊണ്ടുണ്ടാക്കിയ പെരക്കും വെള്ളരിക്ക പുളിങ്കറിയും പപ്പടവും തേങ്ങാപ്പൂളും കൂട്ടിയുള്ള തികച്ചും നാടൻ രീതിയിലുള്ള വിഭവസമൃദ്ധമായ കറികളോടും കൂടിയാണ് ഇവർ ഉച്ചക്കഞ്ഞി പാകം ചെയ്യുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യുമ്പോൾ കറിമസാലകളോ മറ്റ് രുചിക്കൂട്ടുകളോ ഉപയോഗിക്കില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇലയും തടയും ഉപയോഗിച്ച വിഭവങ്ങൾ വിളമ്പിയാൽ പിന്നെ പ്ലാവില കുമ്പിളിൽ കഞ്ഞി കോരി കുടിച്ചു തുടങ്ങും. എല്ലാ ഇലയിലും കഞ്ഞിയും കറികളും വിളമ്പി സദ്യയുടെ നാഥൻ ഊരാളൻ വന്ന് വണങ്ങിയ ശേഷം എല്ലാവരും ഒന്നിച്ചു മാത്രമേ കഞ്ഞി കുടിക്കൂ. വിളമ്പുമ്പോൾ ആദ്യ ഇലയും തടയും നിലവിളക്ക് വെച്ച് പെരുമാൾക്ക് സമർപ്പിച്ച ശേഷം മാത്രം വ്രതക്കാരുടെ സദ്യ. നിശ്ചിത ദിവസം വേറവയ്പ് നടത്തി നെയ്യമൃത് സംഘങ്ങൾ കലശം കുളിച്ചടങ്ങോടെ അവരുടെ മഠങ്ങളിൽ പ്രവേശിക്കും. ഓരോ മഠങ്ങളിലെയും വ്രതക്കാരുടെ വീട് നിശ്ചയിച്ച കാരണവരുടെ നേതൃത്വത്തിൽ വേറവയ്പ് നടത്തുന്ന ചടങ്ങ് ഭക്തി നിർഭരമാണ്. കൊട്ടിയൂർ പ്രക്കൂഴത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ വ്രതം ആരംഭിക്കുന്നു. ആദ്യത്തെ 10 ദിവസം ഞങ്ങൾ വീട്ടിൽ ശുദ്ധിയോടുകൂടി ഭക്ഷണവും കഴിക്കുകയും തുടർന്നുള്ള 10 ദിവസങ്ങളിൽ ആയില്യം മുതൽ 10 ദിവസങ്ങളിൽ ഇതുപോലെ മണത്തന ഗോപുരത്തിൽ കഞ്ഞി ഉണ്ടാക്കുകയും സ്വന്തമായി ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ച് മറ്റുള്ളവർക്കും കൊടുക്കുന്ന പതിവുണ്ട്. അങ്ങനെ അതിനുവേണ്ടി ഞങ്ങൾ ഇന്നിവിടെ മണത്തന ഗോപുരത്തിൽ കൂടിയതാണ്. തിരുവോണം മഠം കാരണവർ വി.കെ. ഗോവിന്ദൻകുട്ടി, മുരിങ്ങോടി മഠം കാരണവർ അനിൽകുമാർ, ദാമോദരക്കുറുപ്പ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വേറവെപ്പ് ചടങ്ങുകൾ നടത്തുന്നത്. നെയ്യമൃത് മഠങ്ങളിൽ പ്രവേശിക്കുന്നതോടുകൂടി മൂന്നാമത്തെ കഠിനവ്രതം ആരംഭിക്കും. പിന്നീട് നെയ്യാട്ടം വരെയുള്ള നാളുകളിൽ മഠങ്ങളിൽ കഴിയുന്ന വ്രതക്കാർ മഠത്തിൽ നിന്നുള്ള ചടങ്ങുകൾ അനുഷ്ഠിച്ച നെയ്യുമായി കാൽനടയായി കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പെരാവൂർ.